എല്ലാ ശുദ്ധിയുടെയും എല്ലാ നന്മകളുടെയും പ്രഭവ കേന്ദ്രം, അതിന്റെ അരുവി എന്നത് അള്ളാഹുവിന്റെ കലാമാണ്, പരിശുദ്ധ ഖുർആനാണ്. ഖുർആനിലൂടെ അല്ലാതെ നമുക്ക് തസ്കിയത്ത് ലഭിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു മുഅ്മിനുകൾക്ക് വലിയ അനുഗ്രഹമാണ് ചൊരിഞ്ഞിരിക്കുന്നത്. അവൻ അവരിൽ നിന്ന് തന്നെ ഒരു റസൂലിനെ അവരിലേക്ക് നിയോഗിച്ചപ്പോൾ ആ റസൂൽ എന്താണ് ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതുന്നു, അവരെ ശുദ്ധീകരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഖുർആനും സുന്നത്തും അവരെ പഠിപ്പിച്ചുകൊണ്ട് നബി അവരെ ശുദ്ധീകരിക്കുന്നു. അവർ അതിനു മുമ്പ് തീർച്ചയായും വ്യക്തമായ വഴികേടിലായിരുന്നു. എല്ലാ വഴികേടിൽ നിന്നും, എല്ലാ ജീർണതയിൽ നിന്നും, എല്ലാ നിന്യതയിൽ നിന്നും കരകയറാൻ ഉള്ള മാർഗം റബ്ബിന്റെ കലാമാണ്. ആ കലാം ഖുർആൻ അത് ഓതുകയും പഠിക്കുകയും അതിന്റെ തഫ്സീർ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുക. ഇതാണ് സഹോദരങ്ങളെ നമുക്ക് നന്നാവാൻ, നമ്മുടെ ഉള്ളു ശുദ്ധീകരിക്കാനുള്ള മാർഗം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തുൻ മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ. അല്ലാഹു പറയുന്നു, ഓ മനുഷ്യരെ, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സദുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നെഞ്ചകങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശിഫാ ഇദാ വന്നിരിക്കുന്നു, ശമനം വന്നിരിക്കുന്നു. വഹുദൻ വറഹ്മത്തുൻ ലിൽമുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് സന്മാർഗവും കാരുണ്യവുമാകുന്നു ഈ ഖുർആൻ. ഹൃദയത്തിലെ രോഗങ്ങൾ എന്നാൽ അതിൽ പാപങ്ങളുടെ രോഗം, മോശമായ എല്ലാ ചിന്തകളുടെയും രോഗം, ഇതെല്ലാം അതിൽ ഉൾപ്പെടും. അതിനെല്ലാമുള്ള ശമനമാണ് അള്ളാഹുവിന്റെ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളമായി അവന്റെ ഖുർആനിലേക്ക് നാം തിരിയുക, അതോതുക, അതിന്റെ ആശയം മനസ്സിലാക്കുക. നമ്മുടെ മുൻഗാമികൾ അതെങ്ങനെയാണോ വിശദീകരിച്ചത്, അവരെങ്ങനെയാണോ അതിനെ ഉൾക്കൊണ്ടത്, അതുപോലെ നാം അത് മനസ്സിലാക്കുക. എങ്കിൽ അള്ളാഹു അത് മുഖേന സന്മാർഗത്തിന്റെ വാതിൽ നമുക്ക് തുറന്നു തരും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. അള്ളാഹു പറഞ്ഞല്ലോ, ഈ ഖുർആൻ അത് ഏറ്റവും നേരായ വഴിയിലേക്ക് മാർഗം കാണിച്ചു തരുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ ഏറ്റവും ശരിയായ വഴി നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്നവരാവുക, അത് അമലാക്കുന്നവരാവുക. അതാകട്ടെ നമ്മുടെ സ്വഭാവം. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എങ്ങനെയാണെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുവോ അതുപോലെ. സഹോദരങ്ങളെ, തസ്കിയത്തു നഫ്സിനുള്ള നാലാമത്തെ മാർഗം, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാനുള്ള അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ശരിയായ മാതൃക ഉണ്ടായിരിക്കുക എന്നതാണ്. ഏറ്റവും നല്ല മാതൃക നമുക്കുണ്ടായിരിക്കുക. ആരാണ് നമ്മുടെ മാതൃക? ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജു അല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറ അല്ലാഹ കസീറ. തീർച്ചയായും അല്ലാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, ഏറ്റവും ശരിയായ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയല്ലാതെ നഫ്സ് ശുദ്ധീകരിക്കാൻ നമുക്കില്ല. ചില ആളുകൾ മനസ്സ് നന്നാകാനെന്നും ജീവിതം നന്നാകാനെന്നും ജീവിത വിജയത്തിനും എന്നൊക്കെ പറഞ്ഞ് തെറ്റായ മാർഗങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയല്ലാത്ത വഴി പഠിപ്പിക്കുന്നു. സൂഫികളുടെ മാർഗം, തരീഖത്തുകൾ, ഇതിലൂടെയൊക്കെ ശുദ്ധിയാവാം, പരിശുദ്ധരാകാം എന്ന് വിചാരിക്കുന്നു. ഒരിക്കലും സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത മാർഗങ്ങൾ മനസ്സ് നന്നാക്കാൻ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നു. ദുആഇന്റെ മജ്ലിസുകളാണത്രേ, ദിക്റിന്റെ മജ്ലിസുകളാണത്രേ, സലാത്തിന്റെ വാർഷികങ്ങളാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടോ ഇതിനു വേണ്ടി? ഇങ്ങനെ സഹാബത്ത് സലാത്ത് ചൊല്ലാൻ വേണ്ടി ചില മജ്ലിസുകൾ കാളയെ കൂട്ടി സംഘടിപ്പിച്ചിട്ടുണ്ടോ? എവിടെയാണ് സഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയുക? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയല്ലാത്തത് കൊണ്ട് ആരെങ്കിലും സ്വന്തം മനസ്സിനെ ശുദ്ധീകരിക്കാൻ നോക്കിയാൽ അവന്റെ കാര്യം പരിതാപകരമാണ്. അവൻ ശുദ്ധിയിലേക്കല്ല, മറിച്ച് അവൻ അശുദ്ധിയിലേക്കാണ് പോവുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, ഫമൻ സക്കാ നഫ്സഹു ബിർറിയാദത്തി വൽ മുജാഹദത്തി വൽ ഖൽവ അല്ലതി ലം യജ് ബിഹാ الرسل
والخلوة التي لم يجئ بها الرسل ആരാണോ നബിമാർ കാണിച്ചു തരാത്ത എന്തെങ്കിലും മാർഗങ്ങൾ, സൂഫികളുടെ റിയാദാത്ത്, അവരുടെ ചില പരിശീലനങ്ങൾ, അവരുടെ ചില പരിശ്രമങ്ങൾ, അവരുടെ ചില ഒറ്റക്കിരിക്കലുകൾ നബിമാര് കാണിച്ചു തന്നതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ല. അങ്ങനെയുള്ളത് കൊണ്ട് ശുദ്ധിയാവാൻ നോക്കുന്നത് ഫഹുവ കൽ മരീദ് അല്ലദീ ആലജ നഫ്സഹു ബിറഅയിഹി, അവനാരാണ്? ഒരു രോഗിയെ പോലെയാണ്. ആ രോഗി അവൻ സ്വന്തം അഭിപ്രായമനുസരിച്ച് ചികിത്സ തുടങ്ങി. വൈദ്യമറിയാവുന്ന, ചികിത്സ അറിയാവുന്ന, മരുന്നറിയാവുന്ന ഡോക്ടറെ കാണാതെ അവൻ സ്വയം, വിവരമില്ലാത്ത രോഗി സ്വയം ചികിത്സിക്കാൻ തുടങ്ങി. അവനെ പോലെയാണ്. ഈ രോഗി സ്വന്തം ബുദ്ധി അനുസരിച്ചു ചെയ്യുന്ന ചികിത്സയും നന്നായി പഠിച്ചൊരു ഡോക്ടർ ചികിത്സിക്കുന്നതും തമ്മിൽ എത്ര വ്യത്യാസമാണ്. ഹൃദയങ്ങളുടെ ഡോക്ടർമാർ, അത് ചികിത്സിക്കാൻ അറിയുന്നവർ നബിമാരാണ്, അല്ലാഹുവിന്റെ റസൂലുകളാണ്. ഫലാ സബീല ഇലാ തസ്കിയതിഹാ വസലാഹിഹാ ഇല്ലാ മിൻ തരീഖിഹിം വഅലാ ഐദീഹിം. ആ നബിമാരുടെ മാർഗത്തിലൂടെയല്ലാതെ, അവരുടെ കയ്യിലൂടെയല്ലാതെ മനസ്സ് ശുദ്ധീകരിക്കാൻ സാധ്യമല്ല. വബിമഹ്ദിൽ ഇൻഖിയാദി വത്തസ്ലീമി ലഹും വല്ലാഹുൽ മുസ്തആൻ. ആ നബിമാർ കൊണ്ടുവന്ന ദീനില് കീഴൊതുങ്ങുക, നബിമാരെ യാതൊരു അർത്ഥശങ്കയുമില്ലാതെ, യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ലാതെ അനുസരിക്കുക എന്നതല്ലാതെ ഹൃദയശുദ്ധി വരുത്താൻ ഒരു മാർഗവുമില്ല. നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മത്തിൽ എത്ര എത്ര പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗമല്ലാത്ത മാർഗം കൊണ്ട് നന്നാവാൻ നോക്കുന്നത്, അതുകൊണ്ട് പുണ്യം നേടാനും ഹൃദയശുദ്ധി വരുത്താനും നോക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യം, അഞ്ചാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുക, തസ്കിയത്തുൻ നഫ്സ് എന്നാൽ, നഫ്സ് ശുദ്ധീകരിക്കുക എന്നാൽ അത് തഖ്ലിയത്തും തഹ്ലിയത്തുമാണ്. തഖ്ലിയത്തും തഹ്ലിയത്തുമാണത്. എന്താണ് തഖ്ലിയ? മോശമായത് നാം ഒഴിവാക്കുക, മോശമായ എല്ലാ ചിന്തകളും, എല്ലാ സ്വഭാവങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ ശീലങ്ങളും നാം വെടിയുക. എന്നാലേ നഫ്സ് ശുദ്ധിയാക്കാൻ സാധിക്കുകയുള്ളൂ. തഹ്ലിയത്ത് എന്നാൽ എന്താണ്? നല്ല എല്ലാ സ്വഭാവങ്ങളും, നല്ല ചിന്തകളും, നല്ല പ്രവർത്തനങ്ങളും നാം സ്വീകരിക്കുക സാധിക്കുവോളം. ഈ രണ്ട് കാര്യത്തിലൂടെ അല്ലാതെ തസ്കിയത്തുൻ നഫ്സ് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഫീ ഖൽബിഹി നുക്തതൻ സൗദാ. നുക്തതുൻ സൗദാ, ഒരടിമ ഒരു തെറ്റ് ചെയ്താൽ, പാപം പ്രവർത്തിച്ചാൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നതാണ്. അവനതിൽ നിന്ന് തൗബ ചെയ്താൽ, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ ആ കറുത്ത പുള്ളി നീങ്ങും, അവന്റെ ഹൃദയം ശുദ്ധിയാകും. അല്ല, വീണ്ടും വീണ്ടും അവൻ ചെയ്യുകയാണോ, പാപങ്ങൾക്ക് മുകളിൽ പാപം നിറഞ്ഞ് അവന്റെ ഹൃദയം അല്ലാഹു അതാ അവന്റെ ഖുർആനിൽ വിശേഷിപ്പിച്ചതുപോലെ ആയിത്തീരും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചത് അവരുടെ പാപങ്ങൾ കാരണത്താൽ അവരുടെ ഹൃദയങ്ങൾക്ക് മുകളിൽ അട്ടിയട്ടിയായി മറവീടപ്പെട്ടു, മൂടി വന്നു. പിന്നീട് ഒരു നന്മ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, ഒരു സതുപദേശം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നല്ല ഉപദേശങ്ങൾ എത്രയാണ് കേൾക്കുന്നത്, പക്ഷെ അവന്റെ ഹൃദയത്തിൽ അതുകൊണ്ടൊരു ചലനവും ഉണ്ടാകുന്നില്ല. എന്താണ്? അവൻ ചെയ്ത പാപങ്ങളാണ് അതിന്റെ കാരണം. നസ്അലുല്ലാഹൽ ആഫിയ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.